ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് അഖിലിൻ്റെ തുറന്നു പറച്ചിലാണ്. അഖിലിന് എവിടുന്നോ കിട്ടിയ കുറച്ച് തെളിവുകൾ വെച്ചിട്ടായിരിക്കണം അഖിലിപ്പോൾ തുറന്നു പറയുന്നത് ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന 2 പേരെ ബിഗ് ബോസ് ഷോയെ മുതലെടുക്കുന്നുണ്ടെന്ന് മാത്രമല്ല, സ്ത്രീകളെ ഉപയോഗിച്ച് അതിപ്പോൾ സിനിമയിലുണ്ടല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ബിഗ് ബോസിലും ഉണ്ടായിരിക്കാം. അഖിലിന് പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം തുറന്ന് പറഞ്ഞ് ഹീറോ ആവാൻ ഒരുപാട് താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അഖിൽ പറഞ്ഞു ബിഗ് ബോസ് ഷോ ഉഡായിപ്പാണ്. റോബിൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ അഖിലും പറഞ്ഞു. അപ്പോൾ അത് റോബിൻ സ്റ്റോറിയാക്കി ഇട്ടു. പിന്നെ റോബിൻ്റെ കുറേ സ്റ്റോറീസ് റോബിനും പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ അന്ന്, അങ്ങനെ പറഞ്ഞില്ലേ. ഇപ്പോൾ എല്ലാവർക്കും വിശ്വാസമായി. കാരണം റോബിന് സംസാരിക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കഴിവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അഖിൽമാരാർ എന്താണ് പറയുന്നത് അത് ജനങ്ങളിലേക്ക് എത്തും, അവരതിനെപ്പറ്റി ചിന്തിക്കും. പക്ഷെ അഖിൽമാരാരാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ റിനോഷ് ജോർജ് വരുന്നത്, ആളുടെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും റിനോഷ് നല്ല രീതിയിലാണ് ഞാൻ സംസാരിച്ചു, റിനോഷ് പറയുന്നതും ശരിയാണ്. അഖിൽ പറയുന്ന അഖിലിനെ പുറത്താക്കാൻ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ കുറേ ശ്രമിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ എന്നിട്ടും അഖിൽ ജയിച്ചു. അങ്ങനെ ജയിച്ചുവെങ്കിൽ അവർ പ്രവർത്തിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അഖിൽ ജയിച്ചില്ലേ, ജനങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ അവിടെ പ്രാധാന്യം കിട്ടിയില്ലേ. അപ്പോൾ റിനോഷ് പറയുന്നത് കാര്യമാണെന്ന് തോന്നി. പക്ഷെ റിനോഷ് പറഞ്ഞപ്പോഴേക്കും അഖിലിനാകെ പ്രാന്ത് കയറി, ആകെ അതിനൊക്കെ എതിർത്തുകൊണ്ട് വീണ്ടും റിനോഷിനെയൊക്കെ ചീത്ത വിളിക്കുന്ന രീതിയിൽ. എന്നാലും ഞാൻ നോക്കുമ്പോൾ അഖിലിൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഇതായിരുന്നു, പ്രൈവറ്റ് അക്കൗണ്ട് ആക്കിയിരുന്നു, വീണ്ടും ഇത് പബ്ലിക് അക്കൗണ്ട് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഇടയിൽ റിയാസിൻ്റെ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു, പുര വെട്ടുമ്പോൾ വാഴ കത്തിക്കുക, അങ്ങനെ എന്തോ ഒരു സ്റ്റോറി. അതെന്താണെന്ന് വെച്ചാൽ അഖിൽമാരാർ തുറന്ന് പറഞ്ഞപ്പോൾ റോബിനും കൂടി അതിൻ്റെ ഇടയിൽ കൂടെ റോബിൻ്റെ കാര്യം വിശദമാക്കി പറഞ്ഞു. ശരിക്കും സത്യം പറഞ്ഞാൽ റോബിൻ മിണ്ടാതിരിക്കുകയായിരുന്നു നല്ലത്. കാരണം റോബിൻ എന്ത് പറഞ്ഞാലും ആൾക്ക് നെഗറ്റീവാണ്. അഖിൽമാരാർ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എത്ര സെലിബ്രിറ്റീസ് അവിടെ വന്നത് അതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കണം. സിബിനുണ്ട്, സെറീന, പിന്നെ അവർ ഫ്രണ്ട്സാണ്. അങ്ങനെ എന്നാലും ഉണ്ട് കുറേ പേര്, ലൈക്ക് ചെയ്തവരും കുറേ പേരുണ്ട്. പക്ഷേ ഈ റോബിൻ ഡോക്ടർ പറഞ്ഞ ഒരു സെലിബ്രിറ്റി പോലും, ഒക്കെ സാധാരണക്കാരാണ്. അതെനിക്ക് ഭയങ്കര കഷ്ടം തോന്നുന്നു. ആരതി പൊടിക്കടക്കം സപ്പോർട്ടുണ്ട് സെലിബ്രിറ്റീസിൻ്റെ. റോബിൻ ഡോക്ടർ പണ്ട് എന്തെങ്കിലും ഉഡായിപ്പ് കാണിച്ചത് കൊണ്ടാണോ എന്താണെന്നറിയില്ല, പെൺകുട്ടികൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും വന്നു. റെനീഷ വന്നു, ഗോപിക വന്നു, നാദിറ, ദേവൂസ്, അങ്ങനെ എല്ലാവരും എതിരെ പറയാൻ തുടങ്ങി. അഖിൽമാരാരെ ഇപ്പോൾ പ്രാന്തളകിട്ടാന്ന് തോന്നുന്നുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എന്നെ നോക്കണം. അതിൻ്റെ ഇടയിൽ റിനോഷാന് വീണ്ടും റിപ്ലൈ ചെയ്തു. അഖിൽമാരാറെ പോലെയല്ല കേട്ടോ, റിനോഷ് നല്ല പക്വതയിലാണ് സംസാരിക്കുന്നത്. റിനോഷ് പറയുന്നത് ഇത്തിരിയൊക്കെ എളിമയാവാം എന്നുള്ളത് സത്യമാണ്. അഖിൽമാരാർക്ക് കുറച്ചും കൂടി എളിമയും വിവരമൊക്കെ ആവാം.